Before we start, meet Sanjeev MM, call sign Poco. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. ബിക്കോസ് എന്നെ അറിയുന്ന എല്ലാവർക്കും ഇവനും അറിയാമെന്നാണ് ഞാൻ ഓൾറെഡി വിചാരിച്ചുകൊണ്ടുണ്ടായത്. ടേൺസ് ഔട്ട് ഫോർ ദ സെയിം റീസൺ ഞാൻ വേറെയും കുറേ ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, ഈസ് വൺ ഓഫ് മൈ വെരി ബെസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് വി ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ മോർ ദാൻ എ ഡെക്കേഡ് നൗ. ഇവനെ പറ്റി ഫുള്ളായി പറയുകയാണെങ്കിൽ ഒരു 2 മണിക്കൊണ്ട് വലിയ വീഡിയോ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. ഹായ്, നമ്മൾ ചാമുണ്ടിക്ക് പോവാണ് ഗൈസ്. 2-3 വട്ടം മൈസൂർ വന്നെങ്കിൽ ഞാൻ ഇതൊരു ചാമുണ്ടി ഹിൽസ് പോയിട്ടില്ല. സോ നമുക്ക് ചാമുണ്ടി ഹിൽസ് പോയിട്ട് വരാം. ചാമുണ്ടി ഹിൽസ് മൈസൂരിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ എന്തോ ദൂരമുണ്ട്. എപ്പം മൈസൂർ വന്നാലും അങ്ങനെ പുറത്തേക്കൊന്നും അധികം പോകാറില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇപ്രാവശ്യം വിചാരിച്ച ഒന്ന് കറങ്ങിയിട്ട് വരാം അവിടെ ഇവിടെയൊക്കെ. പിന്നെ പണ്ടേ പറഞ്ഞു കേൾക്കണതാ മൈസൂർ സൂ വലുതാണ് അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് മൈസൂർ സൂ കാണാൻ പോകണം. നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈസൂർ സൂവിൻ്റെയും കുറച്ച് ക്ലിപ്സ് കാണാൻ പറ്റും. ആ കാണുന്ന കുന്നിൻ്റെ മേലെയാണ് നമുക്ക് എത്തേണ്ടത്. ഇന്ന് വെയിലൊന്നുമില്ല, ഒരു മൂടിയായിട്ടുള്ള കാലാവസ്ഥയാണ്. നമ്മൾ ആദ്യം വിചാരിച്ചു പകുതിക്കുന്ന് മഴയെങ്ങാനും പെയ്യുമെന്ന്. എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല. പിന്നെ പോണ വഴിക്ക് ഇത് കാണാൻ പറ്റി. അങ്ങനെ അവസാനം നമ്മളിവിടെ എത്തി. പിന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അമ്പലത്തിലോട്ട് നടന്നു. അങ്ങനെ നടന്ന് നമ്മൾ അവസാനം അമ്പലത്തിൻ്റെ അടുത്ത് എത്തി. അവിടെ നിന്ന് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അവിടെ എത്തുമ്പോഴത്തേക്ക് പിന്നെ വെയിലൊക്കെ വന്ന് അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറിയില്ല കേട്ടോ. പിന്നെ ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ കുറേ ആളിങ്ങനെ കൂടി റിപ്പബ്ലിക് ഡേ എന്തോ പ്ലഡ്ജൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഏകദേശം കണ്ടു കഴിഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ പോവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തെടുത്തേക്ക് പോവാ. പിന്നെ നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഇവിടെ നിർത്തി 2-3 ഫോട്ടോ ഒക്കെ എടുത്ത്. ഈ കാണുന്ന മൊട്ടത്തിൽ ഒരു മ്യൂസിയം ആണ് അത്രേ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇവിടെ നിർത്തി കേട്ടോ. ഇതൊരു മലയാളീസിൻ്റെ ഷോപ്പാണ്. നമ്മൾ ഒരു പുട്ടും കടലയും ഒരു അപ്പവും ഗ്രീൻ പീസ് കറിയും പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി കുറച്ച് നേരം ചില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ മൈസൂർ സൂ കാണാൻ പോവാ. അങ്ങനെ അവസാനം നമ്മൾ മൈസൂർ സൂവിലെത്തി. നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ കാണുകയാണെങ്കിൽ കുറേ റെയർ സ്പീസീസും അല്ലാത്തതായിട്ടുള്ള ആനിമൽസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇവിടെ പണി നടക്കണോണ്ടാണോ അല്ല വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് അറിയില്ല, മുമ്പുണ്ടായ അത്രയും മൃഗങ്ങളും പക്ഷികളൊന്നും ഇവിടെ ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പിന്നെ അത് കാണാനും ഉണ്ടായിരുന്നു, കുറച്ച് കേജസ് ഒക്കെ എംപ്റ്റി ആയിരുന്നു. സൂലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ആദ്യം ബേർഡ്സിന്റെ സെക്ഷനാണ്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ടൈഗറും ലെപ്പേർഡും ചീറ്റയൊക്കെ. പിന്നെ ഞാൻ ഈ ചേട്ടന്മാരെ കണ്ട് അവിടെ എഴുതി വെച്ചത് ഓപ്പോസിറ്റാണ് അവർ മനസ്സിലാക്കിയതെന്ന് എനിക്ക് തോന്നണേ. ഈ സീബ്രനൊക്കെ കാണാൻ എന്ത് രസം അറിയോ. നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു പോകും എങ്ങനെയാണ് ഇതിന് ഇത്ര നല്ല പാറ്റേൺസ് ഒക്കെ കിട്ടിയതെന്നൊക്കെ. പിന്നെ എനിക്ക് ഈ സൂല് വന്ന് ഈ മൃഗങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് ഇവരോട് സഹതാപവും തോന്നും. കാരണം ഇവരെ ഹാബിറ്റേറ്റിൽ നിന്ന് പിടിച്ച് ഒരു ജയില് പോലെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥലത്ത് ജീവിതം മൊത്തം ജീവിച്ച് തീർക്കണ്ടേ. പക്ഷെ ഇവിടെ ജനിച്ചു വളർന്ന മൃഗങ്ങൾക്ക് നല്ലതാ, കാരണം അവർക്കറിയില്ലല്ലോ പുറത്തത്തെ ലൈഫ് എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് പാമ്പിനെ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് സ്കിപ്പ് ചെയ്തോ. ഈ പാമ്പ് എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ്. പിന്നെ ഇവിടെ കളക്ഷനൊക്കെ കുറവായിരുന്നു, കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ തിരിച്ച് റൂമിലോട്ട് തന്നെ വന്നു. എന്നിട്ട് പിന്നെ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ബസ് കയറാൻ പോകാൻ വിചാരിച്ചു. ഗായ്സ്, ഞാൻ വീണ്ടും വന്നു. എൻ്റെ ചങ്ക് പോലായി. തിരിച്ചു പോകാൻ ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ചങ്ക് പറഞ്ഞു ഇവിടുന്ന് 5 മിനിറ്റ് ബസ് ഉണ്ട്, ഒരു പ്രശ്നവുമില്ല, സീറ്റും കിട്ടും. അങ്ങനെ വിചാരിച്ച് നിന്നതാ. ഈ കാണുന്ന ആൾക്കാർ മൊത്തം ബാംഗ്ലൂരേക്ക് പോകാനുള്ളവരാ. പിന്നെ എങ്ങനെയൊക്കെയോ ജുഗാടാക്കിയിട്ട് ഒരു AC ബസ് കിട്ടി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവനോട് വീട്ടിൽ പോടാന്ന്. അപ്പം പറയാ ബസ് എടുത്തിട്ട് പോകാമെന്ന്. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ബാംഗ്ലൂരേക്ക് തിരിച്ചു പോലായി. ട്രാഫിക് കണ്ടപ്പോൾ തിരിഞ്ഞ് ബാംഗ്ലൂർ എത്തിയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത മെട്രോ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് മെട്രോക്ക് പോവാം. മെട്രോ ഇറങ്ങി. സ്കൂട്ടി ഓഫീസിൽ വെച്ചതുകൊണ്ട് ഓഫീസ് വരെ ഒരു റാപ്പിഡോ വിളിച്ചു. അങ്ങനെ ഓഫീസിലെത്തി. പിന്നെ ഞാൻ വണ്ടി എടുത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഒരു ഹോളിഡേ ആയിട്ട് തന്നെ രാത്രി 9-10 മണിക്കും ഇത്രയും തിരക്കുണ്ട് ഇവിടെ. അങ്ങനെ ഞാൻ റൂമിൻ്റെ അടുത്ത് എത്തി. എപ്പോഴും വാങ്ങുന്ന ഇവിടെ തന്നെ ഞാൻ ചപ്പാത്തിയും കറിയും വാങ്ങിയിട്ട് റൂമിലോട്ട് പോയി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.